നമസ്തേ. കാഴ്ചകളുടെ നിറച്ചാർത്തായി വീണ്ടും കാഴ്ചപ്പതിപ്പ്. സ്വാഗതം. തെരുവോരങ്ങളിലെ മാലിന്യ നിക്ഷേപത്തെ ചെറുക്കാൻ പള്ളുരുത്തി സ്വദേശി ഒരുക്കിയത് ബലവൃക്ഷത്തോട്ടം. ഷിബു ഭരതന്റെ പരീക്ഷണം ഒരു നാടിനാകെ മാതൃകയാവുകയാണ്. 16 വർഷമായുള്ള ഈ പോരാട്ടം എത്തി നിൽക്കുന്നത് കണ്ണു കുളിർപ്പിക്കുന്ന കാഴ്ചകളിലാണ്. മാലിന്യം നിറഞ്ഞ തെരുവുകൾ കൊച്ചിക്ക് ഒരു പുതുമയുള്ള സംഭവമല്ല. എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന് കൊച്ചി നിവാസിയായ ഷിബു ഭരതൻ എന്നയാൾ ഒരു തോട്ടം തന്നെ സൃഷ്ടിച്ചു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതും. നൂറിലധികം വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് തൻ്റെ വീടിന് സമീപത്തെ തെരുവോരത്തെ മാലിന്യമുക്തമാക്കാൻ നടത്തിയ ഈ ഒരു പോരാട്ടം അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം കേവലം ഈ മാലിന്യത്തെ പ്രതിരോധിക്കൽ മാത്രമായിരുന്നില്ല, മറിച്ച് പുതുതലമുറയ്ക്ക് വിഷരഹിതമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കുക എന്നതുകൂടിയായിരുന്നു. സ്ഥലപരിമിതിയും സമയപരിമിതിയും എല്ലാം ഇതിന് തടസ്സമായി പറയുന്നവർക്ക് മുമ്പിൽ കൃത്യമായ മാതൃകയാണ് ഷിബു ഭരതൻ കാട്ടിക്കൊടുക്കുന്നത്. ഇപ്പം 100ലധികം ഫലവൃക്ഷ തൈകൾ ഈ തെരുവോരത്ത് വെച്ച് പിടിപ്പിക്കുക, അത് മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്താണ്? 2 കാരണങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം. കാര്യം ഒന്ന്, ആളുകൾ അറിയാലോ, ഇപ്പോൾ എൻ്റെ വഴിയാണ് ഈ കാണുന്നത്, എല്ലാവരും വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന സ്ഥലത്ത്, അതായത് ഇത് കണ്ടുകൊണ്ടാണ് കുട്ടികളും മുതിർന്ന ആളുകളൊക്കെ പോകുന്നത്. അപ്പോൾ വരും തലമുറക്കൊരു സന്ദേശമാണ് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് കാണാതിരിക്കാൻ വേണ്ടി ഈ വഴിയോരം മൊത്തം ഞാൻ ഒരു 100ലധികം പഴങ്ങളാണ് വിദേശിയും സ്വദേശിയായിട്ടുള്ള വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ച് പിടിപ്പിക്കുന്നതിൽ ഒരു ഉദ്ദേശശുദ്ധി കൂടിയുണ്ട്. കാരണം ഒന്ന്, വേസ്റ്റ് കാണില്ല, 2 പുതുതലമുറക്ക് ഒരു മെസ്സേജാണ്. കാരണം ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയോരങ്ങളിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി ഒരു സ്വർഗ്ഗമാകും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് കൊച്ചു സ്ഥലമാണുള്ളത്, വെറും 2.5 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിലെല്ലാം ഡ്രമ്മിലും പോട്ടിലൊക്കെ വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒത്തിരി പഴങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകൾ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇത് കാണാൻ വരാറുണ്ട്. ഇതെങ്ങനെയാണ് ഈ കൊച്ചു സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു രീതി എങ്ങനെയാണെന്ന് കാണാൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്നത് വിഷമടിച്ച് വരുന്ന പഴങ്ങളാണ് കൂടുതലും നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്നത്. അപ്പോൾ ഉള്ള സ്ഥലത്ത്, കൊച്ചു സ്ഥലത്ത് നമ്മളൊരു പാരൻസ് എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു മാതൃകയായി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഡ്രമ്മും പോട്ടൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു ഇട ദിവസങ്ങളിൽ, വിദ്യാഭ്യാസമില്ലാത്ത ദിവസങ്ങളിൽ കുട്ടികളെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതുപോലെ പഴങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ വരും വർഷത്തിൽ അവർക്ക് നല്ല പേരയും ചാമ്പയും മാങ്ങയും എല്ലാം നമ്മുടെ വീട്ടുമുട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കുട്ടികളുടെ പഴയ പോലെയല്ല, കുട്ടികളുടെ സ്വഭാവം ഒരു കൃഷിയോടുള്ള ഒരു തരത്തിലുള്ള ഇഷ്ടങ്ങളും കുറഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്തേക്ക് നീക്കി നിൽക്കുന്ന കാലഘട്ടമാണ് കുട്ടികളുടെ. അപ്പോൾ ഇൻ്റർനെറ്റും വാട്സപ്പൊക്കെ കണ്ട് കുട്ടികളുടെ സമയം വേറൊരു ലെവലിലേക്ക് പോകുന്നതിന് പകരം കുട്ടികളുടെ സ്വഭാവ രീതിയിൽ ഒരുപാട് മാറ്റമുണ്ടാകും. കൃഷിയോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ, കുട്ടികളും വീട്ടുകാരെല്ലാവരും അടുത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും തലമുറക്കൊരു മെസ്സേജാണ്. പോരാത്തതിന് നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ വൃക്ഷത്തൈകളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ട് എത്ര നാളായി ഈ ഒരു പോരാട്ടം തുടങ്ങി? ഞാനൊരു 16 വർഷമായിട്ട് ഇതിൻ്റെ പുറകിലാണ്, ഇതിൻ്റെ പഠനവും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ ആദ്യം എൻ്റെ വീട്ടിലാണ് പഴച്ചെടി നട്ടിരുന്നത്. പക്ഷേ വീട്ടിൽ നട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ അത്രയും പഴച്ചെടികളുണ്ട്. പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്ക് വഴിയോരങ്ങളിലൊക്കെ എന്ത് ഭംഗിയാക്കി കൂടാ. ഇതുപോലെ ഞാൻ ചിന്തിക്കുന്നത് പോലെ ഓരോ പൗരനും ഓരോ ചെറുപ്പക്കാരും ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞാൽ ഭൂമി ഒരു സ്വർഗ്ഗമാക്കി എടുക്കാൻ പറ്റും. കാര്യം വേസ്റ്റ് ഇടാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ വേസ്റ്റ് ഇത്രയും ചെടികളുടെ ഇടയിൽ കൊണ്ടൊന്നും ആരും വേസ്റ്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരു മനോഹരമായ ഒരു വഴി ഒരുക്കി കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ഇടാനുള്ള ഒരു കുറേ ആളുകളിപ്പോൾ കുറഞ്ഞ് ഒരു 75% പേര് ഇപ്പോൾ ഇടുന്നില്ല. വലിയ മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം വന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് വലിയൊരു പണച്ചെലവുള്ള കാര്യങ്ങളാണ്. ചെടി പിടിപ്പിക്കുക, ചെടി മേടിച്ച് വെക്കുക, പിന്നെ വളം ചെയ്യുക, അത് ഡ്രമ്മ് കണ്ടെത്തുക, പിന്നെ ഇത് നമ്മൾ തന്നെ, പിന്നെ ഇത് ഞാനാണ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ വേറൊരു ലേബറൊന്നും വന്നില്ല. പക്ഷേ ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, അതായത് റോഡിൻ്റെ അറ്റം വരെ, വഴിയുടെ അറ്റം വരെ എനിക്ക് എത്തിക്കണമെന്നാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഈ ഒരു ഏരിയ മനോഹരമാക്കും. ഈ വേനൽക്കാലത്തൊക്കെ ഇതിനെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ തന്നെയാണ് ഇതിനെ പരിപാലിച്ച് പോകുന്നത്? തീർച്ചയായിട്ടും. കാര്യം നമ്മുടെ വീട്ടിലെ വാട്ടർ കണക്ഷനാണ്. അപ്പം നല്ല ബില്ലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് നല്ല ചിലവുണ്ടെന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു ഉദ്ദേശശുദ്ധി, മറ്റുള്ളവർക്ക് ഈ വഴിയിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി, ആനന്ദം, അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്.
ഇതിലെ ഫലങ്ങളൊക്കെ ആരാ എടുക്കുന്നത്, എങ്ങനെ അത് ഉപയോഗിക്കുന്നത്? അതായത് ഇത് വെക്കേഷനൊക്കെ ആകുമ്പോൾ കൊച്ചുകുട്ടി ഇപ്പോൾ സീസണല്ല പഴങ്ങളുടെ കാര്യം. ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് ഈ വഴി കാണാൻ. എല്ലായിടത്തും പഴങ്ങളാണ്. അപ്പോൾ വഴിയിൽ കൂടി പോകുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ അവർക്കും ഒരു ആഗ്രഹം തോന്നലാണ്, എൻ്റെ വീട്ടിലൊരു മാവും പ്ലാവും ചാമ്പയൊക്കെ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ അതിലൂടെ ഞാൻ ഈ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനം മാത്രമല്ല, അവർക്കും ഇതുപോലെ ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ആഗ്രഹവും അത് നടപ്പാക്കാനുള്ള ഒരു സാധ്യതയും വീട്ടിലുണ്ടാവും. ഏതൊക്കെ ഫലവൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്? എത്രയൊക്കെ പ്രത്യേകതയുള്ളത് ഏതൊക്കെയാണെന്ന് ഇവിടുന്ന് എടുത്തു പറയാമോ? ഇവിടെ ഇപ്പോൾ പറയാനാണെങ്കിൽ ചാമ്പ തന്നെ ഒരു 7-8 വെറൈറ്റികളുണ്ട്. ദൽഹരി ചാമ്പയുണ്ട്, തായ്ലൻഡ് ബെൽ ചാമ്പയുണ്ട്, മലേഷ്യൻ ചാമ്പയുണ്ട്, കുരുവില്ലാത്ത സീഡ്ലെസ് ചാമ്പയുണ്ട്, ഗ്രീൻ ചാമ്പയുണ്ട്, വൈറ്റ് ചാമ്പയുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. മാവുകൾ തന്നെ പറയാനാണെങ്കിൽ തായ്ലൻഡിൽ നിന്നൊക്കെ വന്ന ഹോംസിയാങ്, നാംഡോക്മൈ, അതുപോലെ മല്ലിക, ചന്ദ്രക്കാരൻ, സിന്ദൂരം, അങ്ങനെ അതൊക്കെ നമ്മുടെ നാട്ടുമാവുകളാണ്. പക്ഷേ ഒരുപാട് വെറൈറ്റി, പിന്നെ ഓറഞ്ച് തന്നെ ഒരുപാട് വെറൈറ്റി ഓറഞ്ചുകളുണ്ട്. ഒരുപാട് വിദേശിയും സ്വദേശിയുമായിട്ടുള്ള പറഞ്ഞാൽ തീരുവില്ല, ഒരു നീണ്ട നിര തന്നെയാണ്. അപ്പോൾ അത്രയധികം 100 മേലെ പഴങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിന് മൊത്തത്തിൽ ഇത്രയും ഇത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം വന്നിട്ടുള്ള പ്രധാനമായ മാറ്റം, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രചോദനം തോന്നുന്ന, അതിലൊരു ആത്മസംതൃപ്തി തോന്നുന്ന എന്തൊക്കെ അനുഭവങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും? ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ 16 വർഷമായിട്ട് ഞാനിത് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ ടെറസ് ഗാർഡൻ, അതായത് ടെറസിലൊക്കെ ആളുകൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഡ്രമ്മിൽ കൃഷി. ഇപ്പോഴാണ് ഈ ഡ്രമ്മും ബാരലൊക്കെ ആൾക്കാർ ആ കോവിഡ് സമയത്തൊക്കെ എല്ലാവരും നമ്മുടെ കൃഷി രീതി കണ്ടോട്ട് എല്ലാവരും ടെറസ് മുഴുവൻ ഇപ്പോൾ പഴച്ചെടി വെച്ച് പിടിപ്പിക്കുന്ന രീതിയായി. 2 കാരണങ്ങളാണ് ടെറസിൽ പഴച്ചെടി വെച്ച് പിടിക്കുന്നത്. ഒന്ന്, ഒരു പഴങ്ങൾ കഴിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചൂട്. നമ്മുടെ റൂമിലൊക്കെ താഴത്ത് വേനൽക്കാലമാകുമ്പോൾ അറിയാമല്ലോ, നല്ല ചൂടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആ ചൂടൊന്ന് ബാലൻസ് ചെയ്തിട്ട്, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റാണ്. ആളുകൾക്ക് കിട്ടുന്നൊരു സന്തോഷവും അതിൽ നിന്ന് കിട്ടുന്ന അവനവൻ വളമിട്ട് വെള്ളമൊഴിച്ച് നട്ടുപിടിപ്പിച്ച ചെടിയിൽ നിന്നൊരു പഴം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എന്തു തന്നെയായാലും ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തിനും മാലിന്യമുക്തമായ ഒരു നാടിനുമൊക്കെ മറ്റു പല പ്രതിവിധികളും തേടേണ്ടി വരുമെങ്കിൽ കൂടിയും ഇവിടുത്തെ തെരുവോരങ്ങളെ മാലിന്യമുക്തമാക്കുന്നതിന് വലിയ ഒരു സന്ദേശം തന്നെയാണ് ഷിബു ഭരതൻ മുന്നോട്ട് വെക്കുന്നത്. ഇത് ഓരോ നാട്ടുകാരും സ്വീകരിച്ചാൽ വലിയ മാറ്റമാവും കൊച്ചി പോലത്തെ മെട്രോ സിറ്റികളിൽ ഉണ്ടാവുക. ക്യാമറാമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. അപൂർവ നാണയങ്ങളും കറൻസികളും നേരിൽ അനുഭവമാക്കാൻ തലസ്ഥാനത്തേക്ക് പോകാം. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പ്രദർശനത്തിൽ BC 6-ാം നൂറ്റാണ്ട് മുതലുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലെ നാണയങ്ങൾ ഇടം പിടിച്ചു. നാണയങ്ങൾ, സ്റ്റാമ്പുകൾ എന്നിവയോടൊപ്പം വേറിട്ട പുരാവസ്തുക്കളും കാഴ്ചക്കാർക്ക് കൗതുകമായി. BC 6-ാം നൂറ്റാണ്ട് മുതലുള്ള നാണയങ്ങൾ പ്രദർശിപ്പിച്ചതോടൊപ്പം അതിപുരാതന സാംസ്കാരിക ചരിത്രത്തെയും പകർന്നുകൊടുക്കുകയായിരുന്നു ഫിലാറ്റിക് ആൻഡ് ന്യൂമിസ്മാറ്റിക് അസോസിയേഷനിലെ അംഗങ്ങൾ. സംഘടനയിലെ 22 പേരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഖരമാണ് തിരുവനന്തപുരത്ത് 3 ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കുന്നത്. രാജഭരണകാലത്തെ 1000-ഓളം നാണയങ്ങൾ, വിവിധ ലോകരാജ്യങ്ങളുടെ രാജമുദ്രകൾ, പ്രാചീന പുരാവസ്തുക്കൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത കൗതുക കാഴ്ചകൾ. അനന്തപത്മനാഭന്റെ മുദ്രയുള്ള സ്വർണ്ണ നാണയങ്ങൾ തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്ഥിതി വിളിച്ചോതുന്നതായിരുന്നു. അതോടൊപ്പം ചരിത്രം ഭാരതത്തിന്റെ സുവർണ കാലഘട്ടമെന്ന് അടയാളപ്പെടുത്തിയ ഗുപ്ത രാജാക്കന്മാരുടെ നാണയങ്ങൾ. ചെറുപ്രായത്തിൽ കൗതുകത്തിനായി ആരംഭിക്കുന്ന ശേഖരങ്ങൾ പിൽക്കാലത്തും തുടരുന്നതിനുള്ള പ്രചോദനമാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്ന് സംഘാടകർ. തീപ്പെട്ടികളിൽ വന്നിരുന്ന പടങ്ങൾ ശേഖരിച്ചാണ് ഈ കളക്ടിംഗ് ഹോബിയിലേക്ക് എത്തിച്ചേർന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും ചെറിയൊരു വസ്തുവും എന്നാൽ ആധികാരികത ഉള്ളതുമായ കോയനാണ് ശരിക്കും ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളിൽ ഏറ്റവും ചെറുതും ആധികാരികതയുള്ളതും. വിവിധ രാജാക്കന്മാർ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ ലെറ്ററുകളും ഇൻലൻഡുകളും പോസ്റ്റ് കാർഡുകളും മേളയിലെത്തി. ക്രയവിക്രയം സംസ്കാരത്തിന്റെ അടയാളമാക്കിയ നാണയങ്ങൾ മുതൽ സ്വതന്ത്ര ഭാരതത്തിലെ സ്മാരക നാണയങ്ങൾ വരെ പ്രദർശനത്തിനെത്തി. സുൽത്താൻമാരുടെ മിഡീവൽ പീരീഡിലെ സുൽത്താൻമാരുടെയും മുഗൾ ചക്രവർത്തിമാരുടെയും നാണയങ്ങളാണ് ഞാൻ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്.
ആക്ച്വലി ഈ പീരീഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രാൻസിഷൻ പീരീഡായിരുന്നു. ഇന്ത്യയുടെ കാലം എന്ന് പറയുന്നത് വലിയൊരു ട്രാൻസിഷൻ പീരീഡായിരുന്നു. ആ കാലഘട്ടത്തിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു കളക്ഷൻ വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ചരിത്ര ഗവേഷകരും സ്കൂൾ വിദ്യാർത്ഥികളും മേളയിലെത്തുന്നുണ്ട്. First of all, I would like to thank all the organizers conducting such a great exhibition. It enhanced my knowledge on Indian numismatic. Actually, I am working on Sri Lankan numismatic. But Sri Lanka and India, we have a lot of cultural relations, religious relations. So I should always look at Indian context also. പ്രദർശനത്തിനോടൊപ്പം നാണയങ്ങളും സ്റ്റാമ്പുകളും കൈമാറ്റം ചെയ്യുന്നതിനുള്ള പ്രത്യേകം കൗണ്ടറുകളും ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് മേളയുടെ മറ്റൊരു ആകർഷണം. ജനം, തിരുവനന്തപുരം. ഹിറ്റ്ലർ മാധവൻകുട്ടിയെയും പെങ്ങന്മാരെയും മലയാളികൾ ഒരിക്കലും മറക്കില്ല. തൃശൂർ കോളങ്ങാട്ടുകരയിലുമുണ്ട് ഹിറ്റ്ലർ സിനിമയിലേതുപോലെ ഒരു കുടുംബം. ടൈലറായ ഗിരിജനും 5 പെങ്ങന്മാരും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരങ്ങളാണ്. ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെയും 5 പെങ്ങന്മാരുടെയും ഹൃദയഭാനുവിൻ്റെയൊക്കെ വേഷത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിൻ്റെ സ്വന്തം ഹിറ്റ്ലർ ഗിരിജേട്ടൻ്റെ കൂടെയാണുള്ളത്. ഗിരിജേട്ടനും പെങ്ങന്മാരും ഇവിടെയുണ്ട്. എന്തായാലും ഗിരിജേട്ട, ഈ ഒരു റീൽസിലോട്ട് എങ്ങനെയാണ് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ പെങ്ങളിലെ ഭർത്താവിൻ്റെ ഒരു 60ാം പിറന്നാളായിരുന്നു. അതിനുവേണ്ടി എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഞങ്ങളൊരു റീലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 സഹോദരിമാർ പറഞ്ഞു ഈ റീൽസ് നമുക്ക് എടുത്തു നോക്കാമെന്ന്. അങ്ങനെ എൻ്റെ മകനും എല്ലാവരും കൂടി തയ്യാറായി. അങ്ങനെ ഞങ്ങളൊന്ന് അവതരിപ്പിച്ച് നോക്കിയതാണ്. അതിങ്ങനെ വളരെ ഹിറ്റാവുമെന്ന് വിചാരിച്ചില്ല. ആരൊക്കെയായിരുന്നു ഈ ഒരു റീൽസിൽ ഗിരിജേട്ടൻ്റെ കൂടെ പങ്കെടുത്ത 5 സ്വന്തം പെങ്ങന്മാരാണ്? അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും 5 സ്വന്തം പെങ്ങന്മാരാണ്. മറ്റേ സിനിമകളിൽ അവർ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ടല്ല ചെയ്യുക. ഇതല്ല, സ്വന്തം സഹോദരിമാരിന്. മൂത്ത സഹോദരി ലത, രണ്ടാമത്തെ സഹോദരി തങ്കം, മൂന്നാമത്തെ സഹോദരി പവിഴം, ശോഭന, അഞ്ചാമത്തെ സഹോദരി രത്നം. ഒക്കെ ഈ തങ്കം, പവിഴം, ശോഭ, രത്നം അങ്ങനെയാണ്. എന്തായാലും ഈ ഒരു ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെയാണ് ഈ ഒരു റീൽസൊക്കെ ചെയ്തു വരുന്നത്. എന്തായാലും ഈ പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല, നമ്മൾ ചെയ്യുന്നത്. അതൊന്നല്ല, പ്രായം ഒരു പ്രശ്നമല്ല. നമ്മളെല്ലാവരും അവതരിപ്പിക്കാൻ തോന്നിയാൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എല്ലാ സഹോദരിമാരും അതിന് തയ്യാറാണ്. അവർ അങ്ങനെയാണ് ഇത് അവതരിപ്പിച്ചത്. വലിയൊരു കുടുംബമാണ്. പണ്ട് മുതലേ ഇന്ന് വരെ ഈ ഒരു 5 സഹോദരിമാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കളിച്ചിരിയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും 5 സഹോദരിമാരും കളിച്ചിരിയായിട്ട് എന്നാ വരെ ഒരു പ്രശ്നമില്ലാണ്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെയായി എല്ലാവരും കൂടി. അതേമാതിരി ഒരു ഓണം അങ്ങനെയൊക്കെയാണ്. ഞങ്ങളെല്ലാവരും ഓരോ വീടുകളിൽ എല്ലാവരും ഒരു 50 ആൾ ഞങ്ങളുണ്ടാകും. സഹോദരിമാരും കുട്ടികളും അളിയന്മാരൊക്കെ കൂടിയിട്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം കൂടെയുണ്ട്. ഹൃദയഭാനുവിൻ്റെ വേഷം അവതരിപ്പിച്ച ശങ്കരേട്ടനാണ്. ശങ്കരേട്ടൻ ഇപ്പോൾ സെലിബ്രിറ്റിയൊക്കെ ആയി മാറിയിരിക്കുകയാണ്. ഇന്ന് കാലത്തും കൂടി ഒരാൾ എന്നോട് ചോദിച്ചു, ഈ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, കണ്ടിടാൻ സാധ്യതയുണ്ട് പറഞ്ഞു. അപ്പോൾ ഒരു റീൽ അഭിനയിച്ച് അതെ ഞാൻ തന്നെയാണ് പറഞ്ഞു. പിന്നെ പുറമെ പോയാലും എനിക്ക് കുറേ പരിചയക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ എല്ലാവരും എന്ന് ഫേസ്ബുക്കിൽ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ഹാപ്പിയാണ്. അപ്പോൾ എങ്ങനെയാ ഇനിയും റീൽസുകളിൽ അഭിനയിക്കും ചേട്ടനോടൊപ്പം? പിന്നെ തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ പുതിയ റീൽസുകൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒത്തൊരുമിച്ച് റീൽസ് ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമാണ്. എല്ലാവരും അതിന് ഒപ്പം നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും റീൽസ് ഇനി ഞങ്ങളുടെ കാണാം. ആദ്യത്തെ പരീക്ഷണ ഇവരെ വെച്ചിട്ട് ആദ്യമായിട്ട് ഞാനെടുത്തൊരു പരീക്ഷണമായിരുന്നു. അത് ഇത്രയും നല്ല ഒരു സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഞങ്ങളതൊരു 1 ഡേ ഇട്ടപ്പോൾ തന്നെ ഒരു 1 മില്യൺ ആയിട്ട് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസാണ്. എല്ലാവരും കമൻറ്റും കാര്യങ്ങളും എല്ലാം നല്ലപോലെ നമുക്ക് കിട്ടി. അത് ഏറ്റെടുത്തു എന്ന് മനസ്സിലായി. അതൊരു സന്തോഷമാണ്. അതെല്ലാവർക്കും ഇവർ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര വലിയ ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷെ നമ്മളത് അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് നല്ലപോലെ സന്തോഷമായി. ഇനി ഇവരുടെ കൂടെ ഒരുമിച്ച് ഒരു റീൽസ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ എല്ലാവരും ഒത്തുകൂടുമ്പോൾ നമ്മൾ ചെയ്യും. അതെ പെട്ടെന്ന് അവർ പഠിച്ചെടുത്തു നല്ലപോലെ. അവരുടെ എന്താ പറയുക, മനസ്സിൽ ഒരു കലയുണ്ട്. ആ കല അവർ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. അവരോട് 1-2 കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞെടുത്തുള്ളൂ. അത് അവർ കറക്റ്റായിട്ട് ചെയ്തു. ഈ വീഡിയോ വൈറലാവാൻ കാരണം പെങ്ങൾ ദുബായിലുണ്ട്. അവളാണ് ഇൻസ്റ്റാഗ്രാമിലിട്ടത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വ്യൂവേഴ്സും കാര്യങ്ങളും സപ്പോർട്ടും കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ തന്നെ അറിഞ്ഞത് തന്നെ ചിലപ്പോൾ അതിലായിരിക്കാം. അവളോടാണ് ആദ്യം താങ്ക്സ് പറയാനുള്ളത്. അവൾ ദുബായിലാണ്, ആതിര. അവളോട് പ്രത്യേകം താങ്ക്സ് പറയുന്നു. അമ്മമാരുണ്ട് 5 ആളും നല്ല സ്നേഹത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്നത്. ഞാനുള്ള കാരണം ഇവരെല്ലാവരും വൈറലായത്. ഞാൻ ഇതിനെല്ലാത്തിനും സഹകരിച്ച് ഇവരൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഇവരുടെ കൂടെ സഹകരിച്ച് നിന്ന കാരണം ഇവരിത്ര വൈറലായി. അതിനുശേഷം എന്തെങ്കിലും റീൽ ചെയ്തിട്ടുണ്ട്? ഞാനും എൻ്റെ ഭർത്താവും കൂടി ഒരു റീൽ ചെയ്തിട്ടുണ്ട്. അത് തരക്കേടില്ലാണ്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയിട്ടുണ്ട്. ഞാനാണ് ഏറ്റവും മുന്നേ പറയും, നമുക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ എല്ലാവരും ഒരേ യൂണിഫോമായിട്ട് ഇടുമ്പോൾ നമുക്കിങ്ങനെ ഒപ്പം മുന്നേ പോകണം. നമ്മൾ പിന്നാലെ പോയി ഒരു റീൽസ് ഹിറ്റ്ലറായിട്ട് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വീട്ടിൽ പറയാറുണ്ട്. അതാ 60-ാം പിറന്നാളിൽ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ അതൊരു എടുത്തു. അത് ഹിറ്റായി. അതിൽ വളരെയധികം സന്തോഷമായി. ഇനി ഒത്തൊരുമിക്കുമ്പോൾ വീണ്ടും പുതിയൊരു റീൽസായിട്ട് കാണാം നിങ്ങളെ. തീർച്ചയായും. അപ്പോൾ അതിനുശേഷവും ചേട്ടൻ റീൽസ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് വീട്ടിലൊക്കെ വെച്ചിട്ട് ചെയ്തു. ഞാനും ഭാര്യയായിരുന്നത് അങ്ങനെയാണ് അത്. അപ്പം ഇനി എന്തായാലും ഇനിയും റീൽസുകൾ കാണാം നമുക്ക്. ഉണ്ടാവും, ചെയ്തുകൊണ്ടിരിക്കണം. തീർച്ചയായും ഇനിയും ഈ ഒരു റീൽസുകളൊക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഗിരിജേട്ടനും ഒപ്പം സഹോദരിമാരും ഒക്കെ പറയുന്നത്. അത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും. എന്തായാലും സന്തുഷ്ട കുടുംബത്തോടൊപ്പം ക്യാമറമാൻ വിപിൻ കോച്ചർക്കൊപ്പം എം മനോജ്, ജനം, തൃശ്ശൂർ. ഇടുക്കിയിലെ അപകടം തീരെയില്ലാത്ത ഒരു ജലാശയത്തിലേക്കാണ് ഇനി യാത്ര. ഇടുക്കി മാമലക്കണ്ടം വഴിയിലെ ചെറു വെള്ളച്ചാട്ടങ്ങളടങ്ങിയ ഒരു അരുവിയുടെ കാഴ്ചകളിലേക്ക് പോയി വരാം. മരങ്ങളും പുഴകളും വെള്ളച്ചാട്ടങ്ങളും കുന്നിൻപുറങ്ങളുമൊക്കെയായി 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് മാമലക്കണ്ടം. ഇടതൂർന്ന വനവും അരുവികളും വെള്ളച്ചാട്ടവും ഇവിടേക്കുള്ള യാത്രയിൽ തികച്ചും അവിസ്മരണീയമാണ്. അടുത്തടുത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിലെ കാഴ്ചകളിലൊന്ന്. മിക്ക വെള്ളച്ചാട്ടങ്ങളും അപകടം ഒളിപ്പിച്ചു വയ്ക്കുമ്പോൾ മാമലക്കണ്ടത്തെ വെള്ളച്ചാട്ടങ്ങൾ തീർത്തും അപകടരഹിതമാണ്. അത്തരത്തിൽ വനാതിർത്തിയോട് ചേർന്നുള്ള വിശാലമായ വെള്ളച്ചാട്ടങ്ങളോട് കൂടിയ ഒരരുവി. കൊച്ചുകുട്ടികൾക്ക് പോലും ധൈര്യസമേതം ഇവിടെ വെള്ളത്തിലിറങ്ങി ഉല്ലസിക്കാനാവും. ഒട്ടേറെ സഞ്ചാരികളാണ് മഴയെത്തിയതോടെ മാമലക്കണ്ടത്തെ കാഴ്ചകൾ ആസ്വദിക്കാനായി എത്തുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന ഇത് മൺസൂൺ കാലഘട്ടങ്ങളിൽ അപകടരഹിതമായ ഒരുപാട് കുളിക്കടവുകളുണ്ട്. അതായത് അരുവികൾ, ചെറു വെള്ളച്ചാട്ടങ്ങൾ. എല്ലായിടത്തും നമുക്ക് നീന്തലറിയാൻ പാടില്ലാത്ത ഓരോ ആളുകൾക്ക് ഇറങ്ങാവുന്ന തരത്തിലുള്ള സ്ഥലങ്ങളാണിത്. ഏത് നീന്തലറിയാൻ പാടില്ലാത്ത ആർക്കും ഇറങ്ങി കുളിക്കാം. വളരെ നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ ഇറങ്ങാം. അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. മൂന്നാറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് നേര്യമംഗലം 6-ാം മൈലിൽ നിന്നും തിരിഞ്ഞു പോയാൽ നയനമനോഹരമായ മാമലക്കണ്ടത്തെത്താനാകും. ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണിവിടം.
വിജനമായ റോഡുകളും കൂറ്റൻ പാറക്കെട്ടുകളും മൂടൽമഞ്ഞ് നിറഞ്ഞ മലനിരകളും കാഴ്ചകളുടെ വിസ്മയം തന്നെ തീർക്കുന്നു. ഒട്ടേറെ സിനിമകളിലും മാമലക്കണ്ടം ഇടം പിടിച്ചിട്ടുണ്ട്. മുമ്പ് ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്ന മാമലക്കണ്ടം ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ്. ജനം, ഇടുക്കി. സർബത്തിൻ രുചിയിൽ മധുരം വിളമ്പുന്ന തിരുവനന്തപുരം പാളയത്തേക്ക് പോകാം. ഇനി 10ലധികം വെറൈറ്റി സർബത്തിനൊപ്പം നല്ല അവിൽ മിൽക്കും കഴിക്കാം. 10ലധികം സർബത്തുകൾ, ഒപ്പം അവിൽ മിൽക്ക് എന്ന് വേണ്ട വിവിധ തരം സർബത്തുകളുമൊക്കെയായി തലസ്ഥാനത്ത് മാത്രമല്ല റീലുകളിലടക്കം ഫേമസ് ആയ ഒരു കടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ സമയത്തെ യാത്ര. ഒപ്പം ആരോഗ്യപരമായിട്ടുള്ള എല്ലാ രീതിയിലും ശുചീകരിച്ച രീതിയിൽ ഒരു സർബത്ത് നമുക്ക് കുടിക്കുകയും ചെയ്യാം. ആ കാഴ്ചകളിലേക്ക് പോയി വരാം. തിരുവനന്തപുരത്ത് എത്തുന്നവർക്ക് സർബത്തുകളുടെ ഒരു കലവറ സമ്മാനിക്കുകയാണ് പാളയത്തെ അനാമിക സർബത്ത് സ്റ്റോൾ. നിങ്ങൾക്ക് എന്ത് സർബത്ത് വേണം, അത് അനാമിക സർബത്ത് സ്റ്റോളിലെ രവിചേട്ടനോട് പറഞ്ഞാൽ മതി. മുന്തിരി മിൽക്ക്, പൈനാപ്പിൾ മിൽക്ക്, അവിൽ മിൽക്ക്, മാതളം മിൽക്ക്, ഓറഞ്ച് മിൽക്ക്, മാംഗോ മിൽക്ക് എന്ന് വേണ്ട ഈന്തപ്പഴം നറുനീണ്ടി സർബത്ത് വരെ മിക്സഡ് ഫ്രൂട്ട് സർബത്തിനാണ് ഇവിടെ പ്രിയം. 10 ഐറ്റം സർബത്തുണ്ട്. ഈത്തപ്പഴം മിൽക്ക്, മാമ്പഴം മിൽക്ക്, മുന്തിരി മിൽക്ക്, അവൽ മിൽക്ക്, ബട്ടർ ഫ്രൂട്ട്, തേൻ മിൽക്ക്, ഇങ്ങനെ മാതളം മിൽക്ക്, ഇങ്ങനെ 10 ഐറ്റം ഉണ്ട്. വിവിധ മാധ്യമങ്ങളിലെ ജോലിക്ക് ശേഷമാണ് രവിചേട്ടൻ ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. ഇപ്പോൾ 10 വർഷത്തിലധികമായി തലസ്ഥാനത്തുകാരുടെ മാത്രമല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇടമായി ഈ സ്പോട്ട് മാറി. നമ്മൾ സ്ഥിരം വരുന്നതാണ്. ഇവിടെ ഒറിജിനൽ ജ്യൂസാണ് വരുന്നത്. ഒരുമിച്ച് വരാറുണ്ട്? വരാറുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. എന്നും വരാറുള്ളതാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ ഈ സമയത്ത് വരാറുണ്ട്. പാൽ സർബത്ത്, നറുനീണ്ടി സർബത്ത് അനാമിക സർബത്ത് സ്റ്റോളിലെ മാത്രം ഐറ്റമാണ്. സഹായിയായി സഹോദരൻ അമ്പിയും ഒപ്പമുണ്ട്. ഞാൻ രാവിലെ വന്ന് തുറക്കണത് 8:30. ചേട്ടൻ വരുമ്പം 10 മണി. അപ്പോഴും എല്ലാം ബാക്കി എല്ലാ ഐറ്റവും ഉണ്ട്. ഞാൻ രാവിലെ തുറക്കുമ്പോൾ ഓറഞ്ച് സർബത്തിനാണ്. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. മുന്തിരി മിൽക്ക് കൊടുത്തില്ല, ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും, കൊടുത്തില്ല. കോളേജ് സ്റ്റുഡൻസും പതിവുകാരും സ്ഥിരമായി എത്തും. തുച്ഛമായ വിലയിൽ രുചിയേറും സർബത്ത് കുടിക്കാൻ. നമ്മൾ സ്ഥിരം വന്ന് കുടിക്കും. ഇതിലെ കൂടെ എപ്പോഴെങ്കിലും പോകണ സമയത്ത് വരും. എല്ലാം കൊള്ളാം. എല്ലാ പ്രാവശ്യവും പുതിയ വെറൈറ്റി ഒക്കെ. എനിക്കൊപ്പം ഉണ്ടായിരുന്ന ക്യാമറാമാൻ അനു ചാനാവൂരും സാരഥി അജിത് കാട്ടാലും ഒരു നല്ല മിക്സഡ് സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇങ്ങോട്ടേക്ക് എത്താം. നല്ല കിടുക്കാച്ചി സർബത്തും കുടിക്കാം, അവിൽ മിൽക്കും ഒക്കെ കഴിച്ച് സന്തോഷമായി പാളയത്ത് നിന്ന് മടങ്ങുകയും ചെയ്യാം. കൂടുതൽ ഫുഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം. പരിസ്ഥിതിയിൽ പ്ലാസ്റ്റിക് വരുത്തി വയ്ക്കുന്ന പരുക്ക് മനുഷ്യന് മാത്രമല്ല പക്ഷി മൃഗാദികൾക്കും ഏറെ ദോഷകരമെന്ന് എത്രയോ പഠനങ്ങൾ തെളിയിച്ചതാണ്. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് പ്ലാസ്റ്റിക് കവറിൽ പറ്റിപ്പിടിച്ച ആഹാരം കൊത്തി തിന്നുന്ന കാക്കകൾ അവ ഒന്നാകെ വിഴുങ്ങുകയാണ്. കാക്കകൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഭക്ഷിച്ച് എത്ര കാലം പറക്കാനാണ്?
കാഴ്ചപ്പതിപ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.